ആ കരീംസിൽ പോയിട്ട്, ആ ജുമാ മസ്ജിദിന്റെ പുറകിലെ കരീംസിൽ പോയിട്ട് അവിടുത്തെ ആ ഒരു തിരക്കും ആ ഒരു പൊടിയും ആ ഒരു, അരവിന്ദ് കെജ്രിവാൾ വന്നതിന് ശേഷം ഡൽഹി കുറച്ച് ബെറ്റർ ആയി, അത് സംഭവിച്ചിട്ട്. ഞാൻ ഷീല ദീക്ഷിതിന്റെ കാലത്തും ഡൽഹി പോയിട്ട് അത് അനുഭവിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ മോത്തി മഹലിൽ പോയിട്ട്, മോത്തി മഹൽ എന്ന് പറയുന്ന ഒരു അപ്മാക്കർ റെസ്റ്റോറന്റ് ആണ്. പക്ഷെ മോത്തി മഹലിന് ഒരു പഴമയുണ്ട് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ. അത് അനുഭവിക്കണം എന്ന് എനിക്ക് നിർബന്ധം. ഇപ്പൊ ഫ്രാൻസിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ഐഫൽ ടവറിന്റെ മുമ്പിൽ നിന്ന് എത്ര തവണ ന്യൂയോർക്കിൽ പോയി, സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ മുമ്പിൽ നിന്ന് എന്റെ ഒരു ഫോട്ടോ പോലും ഇല്ല. അല്ലെങ്കിൽ ഞാൻ ഈ ഗ്രൗണ്ട് സീറോയിൽ പോയിട്ടില്ല. പക്ഷെ അതേ സമയത്ത് പിന്നെ ഭക്ഷണം വെക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഞാൻ പോകാൻ ശ്രമിക്കും. അതുപോലെ തന്നെ സാധാരണ മനുഷ്യന്മാരായിട്ട് റോട്ടിലിരിക്കുന്ന ആൾക്കാര്, പണ്ട് ആന്റണി ബോഡൻ പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും സാധാരണ മനുഷ്യന്മാരുടെ കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ നോക്കണം. അവിടെ നിന്നാണ് നമുക്ക്, ഇപ്പൊ കൊച്ചിയിൽ ഒരാൾ വരികയാണ്, ഒരു രാജസ്ഥാനി എന്നുള്ള മനുഷ്യൻ അല്ലെങ്കിൽ ഒരു ഗുജറാത്തി എന്നുള്ള മനുഷ്യൻ കൊച്ചിയിൽ വരിക. അയാൾക്ക് കൊച്ചിയിൽ ഇപ്പൊ ക്രൗൺ പ്ലാസ മുതൽ ഉടുപ്പി ഹോട്ടലിൽ വരെ താമസിക്കാം അല്ലെ. പക്ഷെ അയാൾ ക്രൗൺ പ്ലാസയിൽ താമസിച്ചാലും അല്ലെങ്കിൽ ഗ്രാൻഡ് ഹോട്ടലിൽ താമസിച്ചാലും അവന്യൂ റീജിയനിൽ താമസിച്ചാലും പിന്നെ അല്ലെങ്കിൽ ചെറിയൊരു ഓയോ റൂമിൽ താമസിച്ചാലും പിന്നെ എവിടെ താമസിച്ചാലും അയാൾ അവിടെ താമസിക്കുകയും അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയും പിന്നെ മറ്റേ ഈ ഗൂഗിൾ മാപ്പോ ട്രിപ്പ് അഡ്വൈസറോ നോക്കിയിട്ട് ചുറ്റുമുള്ള ഇതിനകത്ത് ഭയങ്കര സംഭവമായിട്ട് പറഞ്ഞിട്ടുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് ഭക്ഷണവും കഴിച്ച് തിരിച്ച് രാജസ്ഥാനിൽ പോയി അയാൾ എന്താ പറയാ, കൊച്ചി ജയ്പൂരിന്റെ വേറൊരു അവിടെ മെട്രോ ഉണ്ട്, അങ്ങനെ കുറെ കോൺക്രീറ്റ് ആണ്, പിന്നെ ഭാഷ നമുക്ക് മനസ്സിലാവൂല, പിന്നെ തേങ്ങാപ്പാൽ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു സാധാരണ കൊച്ചിക്കാരൻ പോകുന്ന കടയിൽ പോയാല് ഈ തേങ്ങാപ്പാലേ നമ്മൾ കാണൂല. ഇപ്പോ നമ്മുടെ ഇന്റർനാഷണൽ ഹോട്ടലുണ്ട്, അതിന് തൊട്ടിപ്പുറത്ത് ഒരു വെയിറ്റ് ഏറിയ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുന്ന ഒരു കടയുണ്ട്. അവിടെ പുട്ടും പുഴുങ്ങിയ പഴമൊക്കെയാണ് ആൾക്കാർ കഴിക്കുന്നത്. ഈ രാജസ്ഥാനി 7 ദിവസം ഇവിടെ താമസിച്ചിട്ട് ഇനി എവിടെ താമസിച്ചാലും അയാൾ ഈ പുഴുങ്ങിയ പഴം കണ്ടിട്ട് പോലും ഉണ്ടാവില്ല അല്ലേ. അത് കാണണമെങ്കിൽ ഇപ്പം രാവിലെ ആ മാതാ ഹോട്ടലിൽ പോയിട്ട് ആ തിരക്കിന്റെ ഇടയിൽ നിന്ന് ആ ഒരു പ്ലേറ്റിൽ ഈ ഭക്ഷണമൊക്കെ വാങ്ങി ആ റോഡിന്റെ സൈഡിൽ നിന്ന് അതല്ലേ യഥാർത്ഥ കൊച്ചി. അല്ലെങ്കിൽ ഫോർട്ട് കൊച്ചി പോയിട്ട് നമ്മുടെ ആ കൂൾബാറിൽ പോയിട്ട് അവോക്കാഡോ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്ന കൂൾബാറിൽ പോയിട്ട് ഞാൻ പണ്ട് പോലെ ആലോചിച്ചു, ഈ പഴം ഇതെങ്ങനെയാണ് ഇവർക്ക് ഇത്രയും പഴം കിട്ടുന്നത്? അവോക്കാഡോ അത്ര എളുപ്പമല്ല ഇന്ത്യയിൽ കിട്ടില്ല. ഈവൻ അവോക്കാഡോ ഇമ്പോർട്ട് തന്നെ ഇന്ത്യയിൽ ഈ കഴിഞ്ഞതിന് മുമ്പത്തെ കൊല്ലം വരെ വളരെ ലിമിറ്റഡ് ആയിരുന്നു. കഴിഞ്ഞ കൊല്ലത്തെ കണക്ക് ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ഇതൊക്കെയല്ലേ കൊച്ചി. അല്ലെങ്കിൽ ആ ജങ്കാറി കയറി, ഇപ്പൊ ഫോർട്ട് കൊച്ചിയിൽ ജങ്കാറി കയറി നടന്ന് കുറച്ച് മുന്നോട്ട് പോയി നമ്മുടെ പൈയുടെ കഫേയിൽ പോയി ആ 7 രൂപയുടെ പഴംപൊരിയും കഴിച്ച് ആ ഒരു ചായയും കുടിച്ച് അത് ഫീൽ ചെയ്യാത്തടത്തോളം ഒരാള് കൊച്ചിയിൽ വന്നു എന്ന് അയാൾക്ക് അവകാശപ്പെടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ടെക്നിക്കലി പറ്റും. അതിപ്പോ ടെക്നിക്കലി ഇപ്പോ ഒരു വിമാനത്തിൽ കയറി കൊച്ചി വന്നു, എയർപോർട്ടിൽ തന്നെ താജ് ഉണ്ട്, അല്ലെങ്കിൽ എയർപോർട്ടിന്റെ മുന്നിൽ ഫ്ലോറ ഉണ്ട്, അല്ലെങ്കിൽ അവിടെ വില കൂടിയതും കുറഞ്ഞതും ആയിട്ടുള്ള കുറെ ഹോട്ടലുകൾ 2 ദിവസം അവിടെ താമസിച്ചു തിരിച്ചുപോയി. അത് ടെക്നിക്കലി കൊച്ചിയിൽ വന്നില്ലേ. പക്ഷെ അയാൾ കൊച്ചി കണ്ടോ? എന്തെങ്കിലും അറിയാം കൊച്ചിനെ പറ്റിയിട്ട്? അത് കൊച്ചി കോർപ്പറേഷൻ പോലും അല്ല അല്ലേ. ഇങ്ങനെയാണ് പലരും ടൂർ പോകുന്നത്. റോമിൽ പോകുന്നു, കൊളോസിയം കാണുന്നു, ഫ്രാൻസിൽ പോകുന്നു, പാരീസിൽ പോകുന്നു, മറ്റേ ഇവിടെ ഈ ഐഫൽ ടവർ കാണുന്നു, എന്നിട്ട് നേരെ ആംസ്റ്റർഡാമിൽ പോകുന്നു, ആ കനാലിന്റെ സൈഡിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്ത് റെഡ് സ്ട്രീറ്റ് ഇങ്ങനെ മറ്റേ ലൈറ്റ് ഡിസ്ട്രിക്ട് ഇങ്ങനെ ഒന്ന് എത്തി നോക്കിയിട്ട് നേരെ ലണ്ടനിൽ പോയിട്ട് ബിഗ് ബെന്നിന് മുമ്പിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്ത് തിരിച്ചു വന്നിട്ട് പറഞ്ഞ് ഞാൻ യൂറോപ്പ് കണ്ടു. എന്ത് കണ്ടു എന്ന് പറയുന്നത് എനിക്കറിയാൻ പാടില്ല. ഭക്ഷണം എന്ന് പറയുമ്പോഴേ ചില ഒരുപാട് ഭക്ഷണങ്ങളുടെയൊക്കെ ചരിത്രവും അല്ലെങ്കിൽ അതിന്റെ പിന്നിലത്തെ ഒരു ഐതിഹ്യമൊക്കെ കുറെ അറിയാനും റിസർച്ച് ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ചോദിക്കട്ടെ പെട്ടെന്ന്. സമൂസ അറബി നാട്ടിൽ നിന്ന് വന്ന സാധനമെന്ന് മാത്രമേ എനിക്ക് കൃത്യമായിട്ട് അറിയുള്ളൂ. അതുപോലെ അതിന്റെ ഒരു പേസ്ട്രി ടച്ച് ഉണ്ട്, അതായത് നമ്മുടെ അതിന്റെ ഷീറ്റ് എന്ന് പറയുന്നത് അത് അറബി നാട്ടിലേക്ക് എങ്ങനെ. ഞാൻ ആക്ച്വലി മിനിയാന്നും കൂടെ എന്റെ ഷെഫുമായിട്ട് ഞാൻ അതിനെ കുറിച്ച് സംസാരിച്ചു. ഇതിന്റെയൊക്കെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെയൊക്കെ കുറെ കഥകളുണ്ട്. നമുക്ക് കുറെ കഥകള് ഇത് ശരിയാണല്ലോ ഇത് ശരിയാണല്ലോ തോന്നുന്നു. ഇതെല്ലാം കോൺട്രഡിക്ടറി ആണ്. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് സമൂസയ്ക്ക്. രസഗുളയുടെ 2 കഥകൾ പറയും. ബംഗാളി വേർഷൻ പറയണം, സൗത്ത് ഇന്ത്യൻ വേർഷൻ പറയണം. സൗത്ത് ഇന്ത്യൻ വേർഷൻ ഇല്ല, റോഷ്കുളക്ക് 2 വേർഷനേ ഉള്ളൂ. റോഷ്കുളക്ക് ഒഡീഷ വേർഷനും ബംഗാളി വേർഷനും മാത്രമേ ഉള്ളൂ.
ബംഗാളിന്റെയും ഒഡീഷയുടെയും ബോർഡറില് അതായത് കട്ടക്ക് കഴിഞ്ഞിട്ട് കുറച്ചങ്ങോട്ട് പോയാല് ആ, കുറെ കടകളുണ്ട്. ആ, ഒഡീഷക്കാര് പറയും ഞങ്ങളാണ് ഇത് കണ്ടുപിടിച്ചത്, ഉം, ഇത് ഞങ്ങളുടെയാണ്. ഉം. ബംഗാളി ഒന്ന് പോണവേ, ഞങ്ങളാണ്. വൻ പ്രശ്നമാണ് അവിടെ. വൻ പ്രശ്നം. ഇവര് രണ്ട് കൂട്ടരും ഉണ്ടല്ലോ. ഉം. അതായത് നമ്മളിപ്പോ ഇപ്പൊ വാളയാറ് ഉം. നമ്മൾ പോയി കഴിഞ്ഞാൽ കുറെ കടകൾ കാണുമല്ലോ ഈ ലോട്ടറി ആ, വെക്കുന്നതൊക്കെ. ആ. അപ്പൊ വാളയാറ് ലോട്ടറി എന്തുകൊണ്ടാ വെക്കുന്നത്? തമിഴ്നാട്ടിലും കർണാടകത്തിലും ഒന്നും ലോട്ടറി കിട്ടൂല. ഉം. അപ്പൊ വേണമെങ്കിൽ ഇവിടുന്ന് മേടിക്കാം. ഈ റോസ്ഗുള വൻ ഫൈറ്റ് ആണ് അവിടെ. ആ, ആ ഒഡീഷക്കാരന്റെ റോസ്ഗുള മേടിക്കുന്നതില് അവൻ ആ ഒഡിയ ജയ് മറ്റേ സാധനം ഉണ്ടല്ലോ, അതുപോലെ ബംഗാളിയുടെ കണ്ണിലെ തീ കാണണം. അവൻ ഒരുത്തൻ ഒഡീഷക്കാരന്റെ റോസ്ഗുള മേടിച്ചേക്കണ്, ഞങ്ങളാണ് ഒറിജിനല് അഡ്രസ് അവിടെ. ദം ബിരിയാണി ബിരിയാണി പേർഷ്യനാണ്. വേർഷനാണ്. അതെ, ബിരിയാണിക്ക് വലിയ രീതിയിൽ പ്രാമുഖ്യം വന്നത് ഇത് കഥയാണ്. ഇതൊന്നും ഞാൻ ഈ പറയുന്ന ഈ മറ്റേ ബംഗാൾ ഒഡീഷ നമുക്ക് പോയാൽ കാണാൻ പറ്റുന്ന കാര്യമാണ്, ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ പണ്ട് നടന്ന കാര്യം, ഇത് മുംതാസ് ബേഗം, ഷാജഹാൻ എന്നൊക്കെ പറഞ്ഞുള്ള കഥകളാണ് ഇതൊക്കെ. അപ്പൊ ഇതൊക്കെ വാലിഡേറ്റ് ചെയ്യാൻ ചരിത്രം എന്ന് പറയുന്നത് നിർമ്മിക്കപ്പെടുകയാണ്. അല്ല, ഈ ഭക്ഷണം മരുന്ന് പോലെ കഴിച്ചാൽ പിന്നെ മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല, ആ പഴഞ്ചൊല്ലി ശരിയാണോ? അബ്സല്യൂട്ട്ലി റോങ്. ആ, ഭക്ഷണം മരുന്ന് പോലെ കഴിച്ചാൽ പിന്നെ മരുന്ന് കഴിക്കേണ്ട കാര്യമില്ല എന്ന് പറയും. പക്ഷെ ആ ഭക്ഷണത്തിന്റെ ക്വാളിറ്റി ആരാ തീരുമാനിക്കുന്നത്? ഇത് മമ്മൂട്ടി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം എന്ത് ഭക്ഷണം കഴിക്കുന്നത് എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹം കഴിക്കുന്നത് പുഴയിൽ നിന്നും കായലിൽ നിന്നൊക്കെ കിട്ടിയ ചെറിയ മീനുകളുടെ കറികളും ഗോതമ്പ് പുട്ടും അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് അദ്ദേഹം കഴിക്കുന്നത്. നല്ല സാധനമാണ് കഴിക്കുന്നത്. ആ നല്ല സാധനം കഴിക്കുക എന്നുള്ളതാണ് പ്രധാനം. അല്ലാതെ ഈ പറയുന്ന പാം കേർണൽസ്, അതായത് വെജിറ്റബിൾ ഫാറ്റ് ബേസ് ചെയ്തിട്ടുള്ള സാധനമാണ് ബിരിയാണിയിൽ ഓൾമോസ്റ്റ് എല്ലാവരും ഉണ്ടാക്കുന്നത്. ഓൾമോസ്റ്റ് എല്ലാവരും ഇവിടെ മേജർ ബ്രാൻഡുകൾ അടക്കം. എന്തിനാണ് ഈ സാധനങ്ങൾ ആദ്യം ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്തത്? ഭക്ഷണം ഉണ്ടാക്കാനാ? പെയിന്റ് ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ടായിരുന്നു. പെയിന്റ് ഇൻഡസ്ട്രിക്ക് വേറെ പെട്രോളിയത്തിൽ നിന്ന് പിന്നെ റിഫൈൻ ചെയ്യുമ്പോൾ വേറെ എന്തൊക്കെയോ ഓപ്ഷൻസ് കിട്ടിയപ്പോൾ അവർക്ക് ഇത് വേണ്ടാതായി. അങ്ങനെയാണ് ഇത് ഭക്ഷണത്തിൽ കൂട്ടി ചേർക്കാൻ തുടങ്ങിയത്. അതായത് നമ്മൾ സുഖമായിട്ട് ഇതൊക്കെ കഴിച്ചിട്ട് ഹൈ എന്താ സുഖം, ചെറിയ പൈസ ആയാലൂട്ടോ, ഇന്ന് ലാഭിക്കുന്നതൊക്കെ കൂട്ടി വെക്കാം, നാളെ കൊണ്ട് കൊടുക്കണമല്ലോ ഹോസ്പിറ്റലില്. ഇതിനെ കുറിച്ച് പറയാൻ തുടങ്ങി കഴിഞ്ഞാല് ഉള്ളൊരു പ്രശ്നം എന്താ വെച്ചാല്, ഈ ഒരുപാട് ആർഗ്യുമെന്റ് വരും. പാവങ്ങൾക്കും ജീവിക്കണ്ടേ ചേട്ടാ? ഞാനും അത് തന്നെ പറയുന്നുള്ളൂ, പാവങ്ങൾക്കും ജീവിക്കണ്ടേ. പക്ഷെ ഇന്ന് ബിരിയാണി കഴിച്ച് ഇന്ന് രാത്രി വരെ ജീവിച്ചാൽ മതിയോ? ദീർഘകാലം ജീവിക്കണ്ടേ? ഇത് സർക്കാരിന്റെ മെഷീനറിയുടെ, പ്രത്യേകിച്ച് കേരളം പോലുള്ള സ്ഥലങ്ങളിൽ സർക്കാരിന്റെ മെഷീനറിയുടെ മുകളിൽ ലോ ക്വാളിറ്റി ഫുഡ് എത്ര വലിയ ആഘാതം ഉണ്ടാക്കുന്നതെന്ന് അറിയാം.